ദൈവത്തിൻ്റെ വചനം നോക്കിയാൽ ദൈവവചനത്തിൽ അനേകം വ്യക്തികൾക്ക് ദൈവം പ്രത്യേകമായ പേരുകൾ നൽകിയിട്ടുള്ളത് നമുക്ക് കാണാം. ദൈവം ഒരു പേര് നൽകുമ്പം ആ പേരിൻ്റെ പിന്നിൽ പല അർത്ഥങ്ങളുണ്ട്. യേശുവിൻ്റെ ജനനത്തിന് മുമ്പ് യേശുവിൻ്റെ വളർത്തു പിതാവായിട്ട് ദൈവം തിരഞ്ഞെടുത്ത യൗസേപ്പ് മറിയവുമായിട്ട് വിവാഹത്തിന് മനസ്സമ്മതം കഴിഞ്ഞ് ഇരിക്കുന്ന സമയമാണ്. എന്നാൽ വിവാഹത്തിന് മുമ്പ് മറിയം ഗർഭിണിയാണെന്ന് യൗസേപ്പ് അറിഞ്ഞപ്പോൾ വചനം പറയുന്നു, അവൻ നീതിമാനായതുകൊണ്ട് അവൾക്ക് നാണക്കേട് വരുത്താതെ വളരെ സ്വകാര്യമായിട്ട് ആ ബന്ധം വേണ്ടെന്ന് വെക്കുവാൻ ആലോചിക്കുന്ന ആ സമയത്ത് ദൈവം തൻ്റെ ദൂതനെ അയച്ചുകൊണ്ട് യൗസേപ്പിനോടൊരു കാര്യം പറയുന്നുണ്ട്. നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 21 23 വചനങ്ങളാണ് വായിക്കുക. മത്തായി 1:23-24. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അപ്പോൾ ആ കുഞ്ഞിനിടേണ്ട പേര് ദൈവം വളരെ വ്യക്തമാക്കിയാണ്. നീ ആ കുഞ്ഞിന് യേശു എന്ന് പേരിടണം. ഇനിയും എന്തുകൊണ്ടാണ് യേശു എന്ന് പേരിടേണ്ടത്? കാരണം ഓരോ നാമങ്ങൾക്കും ഒരു അർത്ഥമുണ്ട്. ദൈവവചനത്തിൽ ദൈവം കൊടുക്കുന്ന നാമങ്ങൾക്ക് അർത്ഥമുണ്ട്. ഇവിടെ ഉടനെ തന്നെ യേശു എന്ന നാമത്തിൻ്റെ അർത്ഥം പറയുകയാണ്. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും. അപ്പോൾ യേശു എന്ന നാമത്തിൻ്റെ അർത്ഥം അവിടെ കൊടുത്തു കഴിഞ്ഞു. അവൻ യേശു എന്ന നാമം തൻ്റെ ജനത്തിൻ്റെ പാപങ്ങളിൽ നിന്നും അവരെ മോചിപ്പിക്കും. യേശു എന്ന നാമത്തിൻ്റെ അർത്ഥം രക്ഷകൻ. ജീസസ് മീൻസ് സേവിയർ. ഹി വിൽ സേവ് ഹിസ് പീപ്പിൾ. അപ്പോൾ യേശു എന്ന നാമത്തിന് ഒരർത്ഥമുണ്ട്. അതുകൊണ്ടാണ് തന്നെ യേശുവിൻ്റെ നാമം നമ്മൾ ഉച്ചരിക്കുവാൻ യേശു പറയുന്നതിൻ്റെ കാരണം, ആ നാമം ഉച്ചരിക്കുമ്പോൾ ആ നാമം ഏതിനെ സൂചിപ്പിക്കുന്നുവോ അത് ആത്മീയമായ ഒരു ലോകത്തിന്, ദൈവത്തിന് മുമ്പിലും പൈശാചികമായ ശക്തികളുടെ മുമ്പിലും ആ നാമത്തിൻ്റെ അർത്ഥം സ്വർഗത്തിലും നരകത്തിലും അറിയാം. അതുകൊണ്ടാണ് യേശു എന്ന നാമത്തിന് ഇത്ര ശക്തി. യേശു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സ്വർഗം മുഴുവനും എഴുന്നേറ്റ് നിൽക്കുകയാണ്, നരകം മുഴുവനും വിറയ്ക്കുകയാണ്. കാരണം ആത്മീയ ലോകത്ത് യേശു എന്ന നാമത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാം. നാമങ്ങൾക്ക് അർത്ഥമുണ്ട്. പഴയ നിയമകാലത്ത് അബ്രാഹത്തിന് ദൈവം പ്രത്യക്ഷപ്പെട്ട് ഉൽപ്പത്തിയുടെ 17-ാം അധ്യായത്തിൽ ഉൽപ്പത്തി 17 4-5 ആദ്യം വായിക്കുക. ഇതാ നീയുമായുള്ള എൻ്റെ ഉടമ്പടി. ദൈവം അബ്രാഹത്തോട് പറയുക, ഇതാ നീയുമായുള്ള എൻ്റെ ഉടമ്പടി. നീ അനവധി ജനതകൾക്ക് പിതാവായിരിക്കും. ഇനിമേൽ നീ അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല. നിന്റെ പേര് അബ്രഹാം എന്നായിരിക്കും. ഞാൻ നിന്നെ അനവധി ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു. 14, 15, 16 വചനങ്ങൾ വായിക്കാം. ദൈവം അബ്രാഹത്തോട് അരുളി ചെയ്തു, നിന്റെ ഭാര്യ സാറായിയെ ഇനിമേൽ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേര് സാറ എന്നായിരിക്കും. ഞാൻ അവളെ അനുഗ്രഹിക്കും. അവളിൽ നിന്ന് ഞാൻ നിനക്കൊരു പുത്രനെ തരും. അവളെ ഞാൻ അനുഗ്രഹിക്കും. അവൾ ജനതകളുടെ മാതാവാകും. അവളിൽ നിന്ന് ജനതകളുടെ രാജാക്കന്മാർ ഉത്ഭവിക്കും. അപ്പൊ ഇവിടെ 2 വ്യക്തികളുടെ പേര് ദൈവം മാറ്റുകയാണ്. ഒന്ന്, അബ്രാഹത്തിന്റെ പേര് നേരത്തെ അബ്രാം എന്നായിരുന്നു. അബ്രാം ആയിരുന്ന ആ വ്യക്തിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ദൈവം അബ്രാഹത്തിന് അടുക്കൽ വരുമ്പോൾ അബ്രാഹത്തിന് 75 വയസ്സ് പ്രായമാണ്.
സാറായിക്കും വാർദ്ധക്യത്തിലാണ്. രണ്ടുപേർക്കും സന്താന ഭാഗ്യമില്ല. അപ്പോഴാണ് ദൈവം പറയുന്നത്, അബ്രാം, ഇനിമേൽ നിന്റെ പേര് അബ്രാം എന്നായിരിക്കത്തില്ല, നിന്റെ പേര് അബ്രഹാം എന്നായിരിക്കും. കാരണം ആ പേര് സൂചിപ്പിക്കുന്നത് നീ നിരവധി ജനതകളുടെ പിതാവായിരിക്കും. അപ്പോൾ എ ഫാദർ ഓഫ് മെനി നേഷൻസ് ആണ്. എബ്രഹാം എന്ന് പറയുമ്പോൾ അനവധി ജനങ്ങളുടെ പിതാവാണെന്നാണ് അർത്ഥം. ദൈവം അബ്രഹത്തെ അനുഗ്രഹിക്കാൻ പോകുന്നത് കൊണ്ട് അബ്രാം എന്ന പേര് മാറ്റി. ആ നാമത്തിന് അർത്ഥമുണ്ട്. നിന്റെ ഭാര്യയുടെ പേര് ഇനിമേൽ സേറ എന്നായിരിക്കില്ല, സേറ എന്നായിരിക്കും. കാരണം നേരത്തെ അവൾക്ക് സന്താന ഭാഗ്യമില്ലായിരുന്നു, അവൾക്ക് ഗർഭം ധരിച്ചിട്ടില്ല. ഇനി ദൈവം പറയുന്നു, ഞാൻ അവളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. അവളിലൂടെ രാജാക്കന്മാരാണ് ഈ ലോകത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത്. അവൾ അനേകരുടെ മാതാവായിരിക്കും. അതുകൊണ്ട് അവളുടെ പേര് മാറ്റി സേറ എന്നാക്കി. രാജാക്കന്മാരുടെ വരെ അവളുടെ സന്തതികളുടെ പരമ്പരയിൽ വരാൻ പോവുകയാണ്. അതുകൊണ്ട് സേറ എന്ന വാക്കിന്റെ അർത്ഥം പ്രിൻസസ്, രാജ്ഞി എന്നാണ്. ഇതുപോലെ യാക്കോബിന്റെ അർത്ഥം ദ ഡിസീവർ, വഞ്ചകൻ എന്നാണ്. ആ യാക്കോബിന്റെ പേര് ദൈവം മാറ്റി ഇസ്രായേൽ എന്നാക്കി, ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനാക്കി മാറ്റി. നമുക്ക് ഇതുപോലെ ദൈവവചനത്തിൽ ദൈവം കൊടുക്കുന്ന പേരുകൾക്ക് അർത്ഥമുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ യേശുവിനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശു എന്ന നാമം നമ്മൾ ഉച്ചരിക്കുമ്പോൾ യേശു ആരാണ്, യേശുവിൻ്റെ സ്വഭാവം എന്താണ്, യേശു എന്തിന് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു, യേശു ഇവിടെ കടന്നു വന്നിട്ട് തൻ്റെ കുരിശുമരണത്തിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ നേടി, ഇതെല്ലാം സ്വർഗത്തിനും നരകത്തിനും അനുസ്മരിപ്പിക്കുകയാണ്. ഇതുകൊണ്ടാണ് ആത്മീയ ലോകത്ത് യേശു എന്ന നാമം ഉപയോഗിക്കുമ്പോൾ അതിന് ശക്തിയുള്ളത്. ഇത് സാധാരണ ജഡികനായ ഒരു മനുഷ്യന്, ലൗകികമായ ഒരു മനുഷ്യന് ലൗകിക വിജ്ഞാനത്തിലൂടെ വെളിപ്പെടുത്തി കിട്ടത്തില്ല. ഇതുകൊണ്ടാണ് യേശുവിൻ്റെ നാമത്തിന് ഒരു പ്രാധാന്യവും പലപ്പോഴും ക്രിസ്തീയമായ രംഗത്ത് പോലും ആരും കൊടുക്കാത്തത്. ഇതൊരു സത്യമാണ്. 25 കൊല്ലം ഇന്ത്യയുടെ പല ഭാഗത്ത് എല്ലാ വിധത്തിലുള്ള ആൾക്കാരുടെ അടുക്കലും ദൈവം എന്നെ സുവിശേഷം പ്രസംഗിക്കാൻ അയച്ചപ്പോൾ ദൈവത്തിൻ്റെ ആ ഏറ്റവും വലിയ ഹൃദയം ദുഃഖിക്കുന്നത് എനിക്ക് കർത്താവ് കാണിച്ചു തന്നു. യേശു എന്ന നാമത്തെ പ്രഘോഷിക്കാൻ മടിക്കുന്ന, എന്നാൽ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ജനത്തിൻ്റെ മധ്യത്തിലേക്കാണ് ദൈവം എന്നെ അയച്ചത്. യേശു എന്ന നാമം മാത്രം മാറ്റിവെച്ചിട്ട് ബാക്കി ഏതെല്ലാം നാമങ്ങൾ ഉപയോഗിക്കുന്നതിലും ക്രിസ്ത്യാനിക്ക് മടിയില്ല. പക്ഷേ യേശു എന്ന നാമം ഉപയോഗിക്കത്തില്ല. ഇത് ഒരു ആത്മീയമായ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിലേ എൻ്റെ പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ദൈവം നമുക്ക് തന്ന ഏറ്റവും മഹത്തായ നാമമാണ് യേശുവിൻ്റെ നാമം. കാരണം ആ നാമത്തിലൂടെ മാത്രമേ ഒരു ക്രിസ്ത്യാനിക്ക്, സഭയെന്ന് വിളിക്കപ്പെടുന്ന ഒരു ക്രിസ്ത്യാനിക്ക് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിർവഹിക്കാൻ സാധിക്കത്തുള്ളൂ. യേശുവിനെ മാറ്റിവെച്ചാൽ സഭയില്ല.